ഹായ് എവരി വൺ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയാണ്. ഓക്കെ, അപ്പോൾ ബയോളജി നമുക്കറിയാം SSC പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും RRB പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, റീസൺ എന്താ? നമുക്കറിയാം, നമുക്ക് സയൻസ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ, 2 എക്സാമിനും ഉണ്ട്. നമ്മുടെ SSC എക്സാമിനും നമ്മുടെ സയൻസ് ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ RRBയുടെ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സയൻസ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട് അല്ലേ. ഈ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ബയോളജിയാണ്. ഓക്കെ, റീസൺ എന്താ? ബാക്കി 2 അല്ലെ, ബാക്കി 2 സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സിനേക്കാളും കെമിസ്ട്രിയെക്കാട്ടിലും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എവിടെ നിന്നാണ് ഉണ്ടാവുക? ബയോളജി എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോളജി. ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. 2 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഈവൻ ഇൻ ദ കേസ് ഓഫ് SSCയിലാണെങ്കിൽ പോലും നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 2 to 4. അപ്പോൾ 2 to 4 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 4 to 8 മാർക്സ് ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ബയോളജിയിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ഇല്ലാത്തവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ നമ്മൾ 10th വരെയൊക്കെ ബയോളജി പഠിച്ച ആൾക്കാരായിരിക്കും എല്ലാവരും. ഓക്കെ, ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, വലുതായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക, എന്നാലും നമുക്ക് ഏകദേശം ഒരു ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമുക്ക് ബയോളജി പഠിക്കാനുണ്ട്. ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ലിവിങ് ബീയിങ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോളജി അല്ലേ. അതിനകത്ത് തന്നെ നമുക്ക് പിന്നെ എന്ത് പഠിക്കണം? ബോട്ടണിയും പഠിക്കാനുണ്ട്, സുവോളജിയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ബോട്ടണി നമുക്കറിയാം എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് ബോട്ടണി എന്ന് പറയുന്നത്. ഓക്കെ, സുവോളജി ആണെങ്കിലോ അത് അനിമൽസിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? ബയോളജിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാനും പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു പോയാലോ എന്നാ. ഓക്കെ, നമുക്ക് ബയോളജി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബയോളജി നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബയോളജിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ് അല്ലേ. എന്തിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് ബയോളജി എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ നമ്മൾ പറഞ്ഞത്? ലൈഫ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ, എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ലിവിങ് ബീയിങ്സിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ, ഫാദർ ഓഫ് ബയോളജി ആരാണ് അല്ലെ? ബയോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിസ്റ്റോട്ടിലാണ് അല്ലെ. അരിസ്റ്റോട്ടിൽ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബയോളജി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളൊരു ഓർഗാനിസത്തിനെ കാണുവാണ്. ഓക്കെ, നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഓർഗാനിസത്തിനെ കണ്ടു. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെയാണ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നുണ്ടാവുക? ഓക്കെ, ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ നടന്നു പോവാന്ന് വിചാരിക്കുക. നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് കണ്ടു? ഒരു ഓർഗാനിസത്തിനെ കണ്ടു. ഓക്കെ, അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് നമ്മൾ ആദ്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ നോക്കും അല്ലെ, അത് അനങ്ങുന്നുണ്ടോ എന്ന് നോക്കും അല്ലെ. അതല്ലേ നമ്മൾ ആദ്യം ചെയ്യാറ് അല്ലെ. ഒരു സാധനം ലിവിങ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അതിൽ ചെറിയ അനക്കം ഒക്കെ ഉണ്ടോ, മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ. മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇനി നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യൂടാ? അതിനെ ചെറുതായിട്ടൊന്ന് തട്ടി നോക്കും അല്ലെ. ചിലപ്പോൾ കാലുകൊണ്ടോ ഇല്ലെങ്കിൽ അടുത്ത് കണ്ട എന്തോ കമ്പ് കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് തട്ടി നോക്കും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും? എന്തായാലും അതിന് ലിവിങ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ? നോക്കിയേ, അതിന് നമ്മൾ പറയുന്നതാണ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ അല്ലെ. എന്തെങ്കിലും ഒരു റെസ്പോൺസ് കാണിക്കുക, റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറയും അല്ലെ. എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും നമ്മളിപ്പോൾ നമ്മളെ തന്നെ തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നൊന്ന് അനങ്ങും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലിവിങ് ബീയിങ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇത് ഈ പറയുന്ന റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണല്ലേ? ലിവിങ് ആണെങ്കിൽ അഫ്കോഴ്സ് എന്തുണ്ടാവൂടാ? ഗ്രോത്ത് ഉണ്ടാവും അല്ലെ. ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പറയാം എന്ത് ചെയ്യാൻ? ലിവിങ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതുമല്ലെങ്കിലോ റീപ്രൊഡക്ഷൻ അല്ലെ. ലിവിങ് ബീയിങ്സിന്റെ വേറൊരു പ്രത്യേകതയാണ് എന്ത്? ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ.
അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആണ്. യെസ്. പിന്നെ വേറെന്താ? മെറ്റബോളിസം. ശ്രദ്ധിച്ചേടാ, എന്താണ് മെറ്റബോളിസം? എന്താ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ ശ്രദ്ധിച്ചേ, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻസൈഡ് ആ ലിവിങ് സെൽ. എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? ഇവിടെ ഏതിനകത്താണ് നടക്കുന്നത്? ഒരു ലിവിങ് സെല്ലിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? മെറ്റബോളിസം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആ ലിവിങ് ബീയിങ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു സാധനം ലിവിങ് ആണോ അല്ലയോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ അല്ലെ, മെറ്റബോളിസം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഇതാണ് അരിസ്റ്റോട്ടിൽ അല്ലെ, നമുക്കറിയാം. അതേപോലെ തന്നെ റെസ്പോൺസ് ടു സ്റ്റിമുലൈയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടാവാടി അല്ലെ. തൊട്ട അപ്പം എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാവും. യെസ്, ബിക്കോസ് അപ്പൊ അതെന്താ സൂചിപ്പിക്കുന്നത്? ലിവിങ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് പരിപാടി. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതല്ലാണ്ട് ബയോളജിയുടെ കുറച്ചുകൂടി അകത്തോട്ട് പോവുകയാണെങ്കിൽ നോക്കിയാ നിങ്ങൾ, ബയോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണ് എന്നുള്ളത് ചോദിക്കുവാണെങ്കിൽ, ബയോളജി ശ്രദ്ധിക്കണം കേട്ടോ. ബയോളജിയുടെ ഫാദർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരെയാണ് നമ്മൾ പറഞ്ഞ ബയോളജിയുടെ ഫാദർ? അരിസ്റ്റോട്ടിൽ ആണെന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. ഓക്കെ, പക്ഷെ ബയോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ആ ടേം കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ അത് ലാമാർക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്രെവിറാനസ് ഉണ്ട്. ഓക്കെ, ആരാണ് ബയോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ലാമാർക്ക് ആൻഡ് ട്രെവിറാനസ്. ഏതാ വർഷം നോക്കിയടാ? 1802. ഓക്കെ, അപ്പൊ 1802 ലാമാർക്കും അതുപോലെ തന്നെ ട്രെവിറാനസും കൂടിയാണ് എന്ത് കോയിൻ ചെയ്യുന്നതടാ? ബയോളജി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോളജി എന്തായിരുന്നു? ബയോളജി ഈസ് എ സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയാം അല്ലെ. ലിവിങ് ഓർഗാനിസംസ്. യെസ്, നമുക്കറിയാം. ഓക്കെ, ഈ ബയോളജിയെ നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ആദ്യത്തിന്റെ പേരെന്താ? സൂവോളജി അല്ലെ. സൂവോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റഡി ഓഫ് ആനിമൽസ് അല്ലേടാ. എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? ആനിമൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സുവോളജി എന്ന് പറയുന്നത്. ഓക്കെ, സുവോളജിയുടെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ഓക്കെ, അപ്പോ ഫാദർ ഓഫ് സുവോളജി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ എന്താ പറയാ? അരിസ്റ്റോട്ടിൽ ആണെന്ന് പറയും. ഓക്കെ, ഇനി ബോട്ടണിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ബോട്ടണിയുടെ കേസിൽ എന്താ നോക്കിയേ നിങ്ങൾ? ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് അല്ലെ. പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ബോട്ടണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബോട്ടണിയുടെ ഫാദർ ആരാണ്? അത് തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പൊ ഈ സ്ലൈഡ് ക്ലിയർ ആയില്ലേ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞു നോക്കിയേ. ബയോളജി അല്ലെ, സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലൈഫ് ആണ്. ഫാദർ അരിസ്റ്റോട്ടിൽ ആണ്. ബയോളജി എന്നുള്ള ടേം കോയിൻ ചെയ്ത് ലാമാർക്കും ട്രെവിറാനസും കൂടിയാണ്. 1802 എന്ത് ചെയ്യുന്നത്? ഇത് കോയിൻ ചെയ്യുന്നത്. ബയോളജി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സുവോളജി ആയിട്ടും ബോട്ടണി ആയിട്ടും ഡിവൈഡ് ചെയ്യാം. സുവോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് അനിമൽസ് ആണ് അല്ലെ, ഫാദർ അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ബോട്ടണി ആണെങ്കിൽ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. ഫാദർ ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം വളരെ ബേസിക് ആണ്. നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, നമ്മളോട് ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കും ഫാദർ ഓഫ് ബയോളജി ആരാണെന്നോ ഫാദർ ഓഫ് സുവോളജി ആരാണെന്നോ ചോദിക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ വന്നാൽ അതും ഗുണമായിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ ബയോളജിയെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കേണ്ടത്? വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ബയോളജിയിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്തിനെ കുറിച്ച് അറിയണം? ബയോളജി പഠിക്കുമ്പോൾ ഓർഗാനിസംസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പോ അത് എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നേ? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സെല്ല് വെച്ചിട്ടാണ് അല്ലെ. നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മളെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ വെച്ചിട്ടല്ലേ. ഈ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്ട്രക്ചർ ഏതാടാ? സെല്ലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സെൽ ഇസ് നോൺ ആസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ്
ആൻഡ് ഫങ്ഷണൽ അല്ലെ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഏതിനെയാണ്? സെല്ലിനെയാണ് അല്ലെ. കാരണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് ആരാണ്? സെല്ലാണ് അല്ലെ. ഈ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമുക്കറിയാം അല്ലെ, സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂ ഉണ്ടാവുന്നത് അല്ലെ. ടിഷ്യൂ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ്. ഈ ടിഷ്യൂകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഓർഗൻ ഉണ്ടാവുന്നത് അല്ലേടാ, ഓർഗൻ ഉണ്ടാവുന്നത്. ഈ ഓർഗൻസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്? ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത് അല്ലേ, ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത്. ഈ ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്? ഓർഗാനിസം ഉണ്ടാവുന്നത് അല്ലേ, ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ഓർഗാനിസം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഓർഗാനിസം നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണടാ? വളരെ ബേസിക് ആയിട്ട് സെല്ല് വേണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ എവിടെ നിന്നാ തുടങ്ങുന്നേ? സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, എന്നാലേ ഈ ബാക്കിയുള്ള എല്ലാ ഓർഗാനിസത്തിന്റെ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെല്ലിന്റെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയാലോ നമുക്ക്? സെല്ലിന്റെ ആദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽ എന്താണ്? ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ നോൺ ലിവിങ് ഓർഗാനിസംസ് അല്ലെ. എല്ലാ ഓർഗാനിസത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസംസിന്റെയും വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന ആളാരാണ്? അത് നമ്മുടെ സെല്ലാണ് അല്ലെ. നമുക്കറിയാം, യെസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റുമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ സെല്ലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് വരുവാണെങ്കിൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ, നമ്മുടെ ലൈഫിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് അല്ലെ. ആ സെല്ലിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത്. യെസ്, പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് അല്ലെ. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നതും ഏതാണ്? സെല്ലാണ് അല്ലെ. സെല്ലിൽ നിന്നാണ് ബാക്കി ഇങ്ങനെ വലുതായി സെല്ലുകൾ കൂടിച്ചേർന്നാണ് വലിയ വലിയ ഓർഗാനിസംസ് ഉണ്ടാവുന്നത് അല്ലെ, നമുക്കറിയാം. യെസ്, ഇനി സ്മോളസ്റ്റ് സൈസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് നേക്കഡ് ഐ ഈസ് 100 മൈക്രോൺ അല്ലെ. സ്മോളസ്റ്റ് സൈസ്, നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 മൈക്രോൺ ആണ്. ഓക്കെ, കിട്ടിയോ? സ്മോളസ്റ്റ് സൈസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 100 മൈക്രോൺ ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും ഉണ്ടെങ്കിലേ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സെല്ലിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്ടീരിയാസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. ബാക്ടീരിയ ഈ പറയുന്നത് യൂണിസെല്ലുലാർ ആണ് അല്ലെ, ഒറ്റ സെല്ലുള്ള സാധനമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 100 മൈക്രോൺ എങ്കിലും മിനിമം വേണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ സ്മോളസ്റ്റ് സൈസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 മൈക്രോൺ ആണ്, നമുക്കറിയാം. ഇനി അതല്ലാത്ത കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ സെൽ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, ഓക്കെ, സെൽ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ അത് അരിസ്റ്റോട്ടിലാണ് കേട്ടോ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? അതിനെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല. പക്ഷെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, പക്ഷെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡിസ്കവർ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിയത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ അത് റോബർട്ട് ഹൂക്ക് ആണ്. ഓക്കെ, അപ്പൊ റോബർട്ട് ഹൂക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ദ സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹൂക്ക് ആൻഡ് ദ ടേം സെൽ വാസ് കോയിൻഡ് ബൈ റോബർട്ട് ഹൂക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ആൻഡ് കോയിൻഡ് ബൈ റോബർട്ട് ഹൂക്ക്. ഓക്കെ, ഏതാ വർഷം നോക്കിയേ? വർഷം 1665 ആണ്. ഓക്കെ, 1665 റോബർട്ട് ഹൂക്ക് ഈ പറയുന്ന സെല്ല് ഡിസ്കവർ ചെയ്യുന്നതും അതിന്റെ സെൽ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് മൈക്രോഗ്രാഫിയ. ഓക്കെ, ഈ സെല്ലിനെ കുറിച്ച് മൈക്രോഗ്രാഫിയയിൽ പറയുന്നുണ്ട്. അപ്പോൾ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബുക്ക് ഓഫ് റോബർട്ട് ഹൂക്ക്. ഓക്കെ, ഇനി റോബർട്ട് ഹൂക്ക് ഈ പറയുന്ന പോലെ സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി സെല്ല് കണ്ടുപിടിച്ചതാണോ? അല്ല അല്ലെ. എങ്ങനെയാ പുള്ളി കണ്ടുപിടിക്കുന്നേടാ? നമുക്കറിയാം, പുള്ളി മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുകയായിരുന്നു അല്ലെ. ആ സമയത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ എന്തെങ്കിലും നോക്കണമല്ലോ അല്ലെ. അങ്ങനെയാണ് പുള്ളി കോർക്ക് വെക്കുന്നതും ആ കോർക്കിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് അറകൾ കാണുന്നത്. അറകൾ എന്ന് പറഞ്ഞാൽ റൂംസ് ആയിട്ട് കാണും അല്ലെ. അങ്ങനെയാണ്, അവിടെ നിന്നാണ് സെല്ല് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നമുക്ക് എക്സാമിന് ചോദിക്കുകയൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. റോബർട്ട് ഹൂക്ക് എന്തിൽ നിന്നാണ് സെല്ല് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അത് കോർക്കിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, കോർക്കിൽ നിന്നാണ് സെല്ല് കണ്ടുപിടിച്ചത്. ചോദിക്കാറുണ്ട്, കോർക്കിൽ നിന്നാണ് സെല്ല് കണ്ടുപിടിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി
ന്യൂക്ലിയസ് ഇൻ പ്ലാന്റ് സെൽ ഇസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ബ്രൗൺ. ഓക്കെ, ഇത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ശ്രദ്ധിക്കുക, സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കും, അതുപോലെ തന്നെ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് അല്ലെ, നമുക്കറിയാം നമ്മുടെ എല്ലാ സെല്ലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാടാ? അത് ന്യൂക്ലിയസ് ആണ് അല്ലെ. അപ്പൊ ആ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഇനി സെൽ തിയറി ഉണ്ട്. ഓക്കെ, എന്താണ് സെൽ തിയറി അല്ലെ? സെല്ലിനെ കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഇതില് സെൽ തിയറിയിൽ. ഓക്കെ, അപ്പൊ സെൽ തിയറി ആരാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സ്ലീഡൻ ആൻഡ് ഷ്വാൻ അല്ലെ. MJ സ്ലീഡൻ അല്ലെങ്കിൽ തിയോഡാർ ഷ്വാൻ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഫുൾ നെയിം ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ സ്ലീഡൻ ആൻഡ് ഷ്വാൻ. ഓക്കെ, ഏതാ വർഷം ശ്രദ്ധിച്ചേ? 1833 ആണ് അല്ലെ. 1833യിലാണ് എന്ത് വരുന്നതടാ? സെൽ തിയറി വരുന്നത്. ആരാ പ്രപ്പോസ് ചെയ്യുന്നത്? സ്ലീഡനും ഷ്വാനും കൂടിയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ടു ഡിസ്കവർ ലിവിങ് സെൽ ആൻഡ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് സെല്ല് ഡിസ്കവർ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും? നമ്മൾ റോബർട്ട് ഹൂക്കിനെ പറയും അല്ലെ. അത് നമുക്കറിയാം. ഓക്കെ, പക്ഷേ അദ്ദേഹം എവിടെ നിന്നാണ് സെല്ല് കണ്ടുപിടിച്ചേ? കോർക്കിൽ നിന്നാണ് സെല്ല് കണ്ടുപിടിച്ചത് അല്ലെ, അല്ലെങ്കിൽ കോർക്ക് സെല്ലിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണ്? നോൺ ലിവിങ് ആണ് അല്ലെ. നമുക്കറിയാം കോർക്ക് എന്ന് പറയുന്നത് ട്രീയുടെ ബാർക്കിന്റെ അവിടെ ഉള്ളത് അല്ലെ. അപ്പൊ അത് ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും. അത് നോൺ ലിവിങ് ആണ്, കാരണം അവിടെ ഇനി എന്ത് ചെയ്യില്ല, സെൽ ഡിവിഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. പക്ഷേ ആദ്യമായിട്ട് ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലെ, അപ്പൊ നോൺ ലിവിങ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചതൊക്കെ റോബർട്ട് ഹൂക്ക് ആണ്, നമുക്കറിയാം. പക്ഷെ ലിവിങ് സെൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ല്യൂവാൻ ഹൂക്ക് ആണ്. ഓക്കെ, ആന്റോണിയോ വാൻ ലുവാൻ ഹുക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും അല്ലെ. അപ്പൊ ലുവാൻ ഹുക്ക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ ലിവിങ് സെൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഓക്കെ, അദ്ദേഹത്തിന് എന്തായിട്ട് പറയുന്നുണ്ട്? ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നും പറയാറുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പറയുന്നതെല്ലാം എന്താണ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് എന്ന് ആലോചിക്കണ്ട. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പം എല്ലാം അതിനനുസരിച്ചുള്ള സീരിയസ്നെസ്സോട് കൂടെ പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നെക്രോസിസ്. ഓക്കെ, നെക്രോസിസ് എന്താന്ന് നോക്കിയേ. നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഓർ ടിഷ്യൂ ഡെത്ത് വിത്തിൻ എ ലിവിങ് ബോഡി അല്ലെ. ഒരു ലിവിങ് ബോഡിക്കകത്ത് ഒരു സെൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിന്റെ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി അതല്ലാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ നോക്കിയേ, 70% ഓർ മോർ ഓഫ് ടോട്ടൽ സെൽ മാസ് ഇസ് ഈക്വൽ ടു വാട്ടർ അല്ലെ. നമുക്കറിയാം സെൽ മാസിന്റെ ഒരു സെല്ലിന്റെ മാസ് എടുക്കുവാണെങ്കിൽ അതിൽ 70% അതിൽ കൂടുതലോ എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മുടെ ബോഡി ആണെങ്കിലും അങ്ങനെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഏതാണ്? വാട്ടർ കണ്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സെല്ലിന്റെ ടോട്ടൽ മാസ് എടുക്കുവാണെങ്കിൽ അതിൽ 70% അതിൽ കൂടുതലോ എന്തായിരിക്കും? വെള്ളമായിരിക്കും. ഓക്കെ, ഇനി സെല്ലിന്റെ സ്റ്റഡി അല്ലെ, സ്റ്റഡി ഓഫ് സെൽ അല്ലെങ്കിൽ ദ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സെൽ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് സൈറ്റോളജി അല്ലെ. അപ്പൊ സൈറ്റോളജി ആണ് എന്തിനെ കുറിച്ചുള്ള പഠനം? നമ്മുടെ സെല്ലിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, കിട്ടിയോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. ഓക്കെ, സെല്ലിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് എടുക്കുവാണെങ്കിൽ ലാർജസ്റ്റ് സെല്ല്. ഓക്കെ, ഏറ്റവും വലിയ ലാർജസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രിച്ചിന്റെ എഗ് ആണ് അല്ലെ. ഓസ്ട്രിച്ചിന്റെ എഗ് ആണടാ എന്ത്? ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്ട്രിച്ചിന്റെ എഗ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാണെങ്കിൽ നോക്കിയേ, സ്മോളസ്റ്റ് അല്ലെ. സ്മോളസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് മൈക്കോപ്ലാസ്മയാണ് അല്ലെ. മൈക്കോപ്ലാസ്മ, PPLO, പ്ലൂരോ ന്യൂമോണിയ അല്ലെ. മൈക്കോപ്ലാസ്മ അത്രയും പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്മോളസ്റ്റ് സെല്ല് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് മൈക്കോപ്ലാസ്മയാണ്. ഇത് നിങ്ങൾ നോക്കണ്ട, സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മയാണ്. ഇതാണ് കേട്ടോ മൈക്കോപ്ലാസ്മ. ഓക്കെ, സെൽ വോളൊന്നും ഉണ്ടാവില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മൈക്കോപ്ലാസ്മ. ഓക്കെ, മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുക. ഓക്കെ, മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം എന്ന് പറഞ്ഞാണ് കേൾക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് മൈക്കോപ്ലാസ്മ എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ. ഓക്കെ, ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ലാർജസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ നമ്മൾ പറയാന്നറിയോ? അതാണ് ഫീമെയിൽ ഓവം. ഓക്കെ, എന്തായിരുന്നത്?
ഓവമാണ് അല്ലെ. ഫീമെയിൽസിൽ കാണപ്പെടുന്ന ഓവമാണ് എന്തടാ നോക്കിയേ ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേറെ ക്വസ്റ്റൻ ഉണ്ടാവില്ലേ അല്ലെ, ഫീമെയിൽസിലാണ് എന്തുള്ളത് ഓവം ഉള്ളത് അല്ലെ, അപ്പൊ മെയിൽസിന്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ ഏതായിരിക്കും അല്ലെ, അത് നമുക്ക് അറിയില്ലല്ലോ അല്ലെ. അത് ഏതാണെന്നറിയോ, അത് ന്യൂറോൺ ആണ് കേട്ടോ. ഏതാണടാ അത് ന്യൂറോൺ ആണ്. മെയിൽസിന്റെ കേസിലോട്ട് എടുക്കുവാണെങ്കിൽ അത് ന്യൂറോൺ ആണ്. ഓക്കെ, അപ്പൊ ഫീമെയിൽ ആണെങ്കിൽ നമ്മുടെ ഓവവും മെയിൽ ആണെങ്കിൽ ന്യൂറോണും ആണ്. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാണെങ്കിൽ നോക്കിയേ സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ അല്ലെ, സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അത് സ്പേം ആണ് അല്ലെ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഓവം അല്ലെ, ഇതാണ് ഓവം, ഇതാണ് സ്പേം അല്ലെ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാവുന്നത്, പിന്നെ അത് കഴിഞ്ഞ് ബേബി ഫോം ചെയ്യുന്നത് അല്ലെ, നമുക്കറിയാം. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഏതാ പേരിട്ട് പറയാ, സ്പേം ആണെന്ന് പറയും അല്ലെ. ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും, എന്താണ് അപ്പൊ ഫീമെയിൽ ബോഡിയിലെ സ്മോളസ്റ്റ് സെൽ ഏതാണ് അല്ലെ, ഇത് മെയിലല്ലേ സ്പേം ഉള്ളത് അല്ലെ. ഫീമെയിൽ ബോഡിയിലെ സ്മോളസ്റ്റ് സെൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പേരിട്ട് പറയൂടാ, ഫീമെയിൽ ബോഡിയിലെ കേസ് ചോദിച്ചാൽ അത് RBC ആണ് കേട്ടോ. ഓക്കെ, അതേതാടാ, അത് RBC ആണ്. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ലോങ്സ്റ്റ് അനിമൽ സെൽ. ഓക്കെ, അത് രണ്ടുപേരിലും ഒരേപോലെയാണ് കേട്ടോ. ലോങ്സ്റ്റ് അനിമൽ സെൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ ആണ് അല്ലെ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചു കാണും അല്ലെ, ഹ്യൂമൻ നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ ആണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്, ലോങ്സ്റ്റ് അനിമൽ സെല്ലായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായിട്ട് നോക്കി വെക്കണം, മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി ലാർജസ്റ്റ് യൂണിസെല്ലുലാർ പ്ലാന്റ്. ഓക്കെ, ലാർജസ്റ്റ് യൂണിസെല്ലുലാർ പ്ലാന്റിന്റെ കേസിലോട്ട് എടുക്കുവാണെങ്കിൽ അത് നോക്കിയേ അസറ്റാബുലേരിയ ആണ്. ഓക്കെ, അസറ്റാബുലേരിയ ആണ് ലാർജസ്റ്റ് യൂണിസെല്ലുലാർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജസ്റ്റ് യൂണിസെല്ലുലാർ അനിമൽ ഏതാന്ന് ചോദിച്ചാൽ അത് അമീബയാണ്. ഓക്കെ, ഇതും കൂടെ പഠിച്ചു വെക്കണം. ലാർജസ്റ്റ് യൂണിസെല്ലുലാർ പ്ലാന്റ് ഏതാടാ നോക്കിയേ, അസറ്റാബുലേരിയ ആണ് കേട്ടോ, അതെവിടെ കാണുന്നുണ്ട്. ലാർജസ്റ്റ് യൂണിസെല്ലുലാർ അനിമൽ ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അമീബയാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അമീബ. ഓക്കെ, അമീബയാണ് ലാർജസ്റ്റ് യൂണിസെല്ലുലാർ അനിമൽ. യെസ്, ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നോക്കിയേ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന്, നമ്മുടെ സെൽ തിയറി. ഓക്കെ, സെൽ തിയറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷ്ലീഡനും ശ്വാനും കൂടെ ചേർന്നിട്ടാണ് സെൽ തിയറി എന്ത് ചെയ്യുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാ സെൽ തിയറിക്കകത്ത് പറഞ്ഞേക്കുന്നതെന്ന് നോക്കുക കേട്ടോ. ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽ അല്ലെ, എല്ലാ ഓർഗാനിസംസും എന്ത് വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്, സെല്ല് വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാ പറയുന്നത് അല്ലെ. അത് നമുക്കറിയാം അല്ലെ, എല്ലാ ഓർഗാനിസംസും എന്ത് വെച്ചാ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, ഈച്ച് സെൽ റൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ അല്ലെ. എല്ലാ സെല്ലും എന്താണ്, ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെല്ലിൽ നിന്നാണ് അടുത്ത സെല്ലുകൾ ഉണ്ടാവുന്നത് എന്നാ പറയുന്നത്. ഓക്കെ, ഇത് പ്രപ്പോസ് ചെയ്ത ആളുടെ പേരാണ് റുഡോൾഫ് വിർച്ചോ. ഓക്കെ, റുഡോൾഫ് വിർച്ചോ ആണ് എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്, എല്ലാ സെല്ലുകളും ഓരോ പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യം പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എവറി ഓർഗാനിസം സ്റ്റാർട്ട്സ് ഇറ്റ്സ് ലൈഫ് ഫ്രം എ സിംഗിൾ സെൽ അല്ലെ. നമുക്കറിയാം ഏത് ഓർഗാനിസം ആണെങ്കിലും അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എങ്ങനെയായിരിക്കും, ഒരു സിംഗിൾ സെല്ലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അവിടെ നിന്ന് സെൽ ഡിവിഷൻ ഒക്കെ നടന്നിട്ടാണ് പിന്നീട് വലിയ വലിയ ഓർഗാനിസംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് പറഞ്ഞേക്കുന്നത്, സെൽ തിയറിക്കകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ കാര്യങ്ങളൊന്നും അനുസരിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് നമുക്ക്, അതാരാടാ, അതാണ് വൈറസ്. ഓക്കെ, വൈറസ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ സെൽ തിയറി ഫോളോ ചെയ്യാത്ത ഓർഗാനിസം ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഏതാടാ, അത് വൈറസ് ആണ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. സെല്ല് അല്ലെ, സെല്ല് ഡിസ്കവർ ചെയ്തത് ആരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് റോബർട്ട് ഹൂക്ക് ആണ്. ഓക്കെ, യെസ്, നമുക്കറിയാം. ഓക്കെ, ഇനി ലിവിങ് സെല്ല് അല്ലെ, ലിവിങ് സെല്ല് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത് ആന്റോണിയോ ലിവൻ ഹുക്ക് ആണ് കേട്ടോ. ആന്റോണിയോ വാൻ ലിവൻ ഹുക്ക് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് നമ്മുടെ സെൽ തിയറി ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പഠിക്കണ്ട, ആന്റോണിയോ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ആന്റോണിയോ വാൻ ലുവൻ ഹുക്ക്. ഓക്കെ, വാൻ ലുവൻ ഹുക്ക് ആയിരിക്കും. ഓക്കെ, ആന്റോണിയോ വാൻ ലുവൻ ഹുക്ക്. ഇനി
പ്ലാന്റ് സെൽ ഡിസ്കവർ ചെയ്യുന്നത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ അത് MJ Schleiden ആണ്. നേരത്തെ കണ്ട അതേ ഷ്ലീഡനും ഷ്വാനും തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്ലാന്റ് സെൽ ആരാ ഡിസ്കവർ ചെയ്തതെന്ന് ചോദിച്ചാൽ MJ Schleiden ആണ്. അനിമൽ സെൽ ആരാ ഡിസ്കവർ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് തിയോഡാർ ഷ്വാൻ ആണ്. ഓക്കെ, ഇനി ന്യൂക്ലിയസ് പ്ലാന്റ് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ആണെങ്കിലും ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യുന്നത് ആരാന്ന് ചോദിക്കുകയാണെങ്കിലും അത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, ഈ റോബർട്ട് ബ്രൗണും റോബർട്ട് ഹൂക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചെറിയൊരു കാര്യം കൂടെ പറയാം. ബയോളജിക്കൽ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഹിസ്റ്റോളജി ആൻഡ് സൈറ്റോളജി ടു കളർ ഓൾ ദ സെൽ ന്യൂക്ലിയൈ റെഡ് ഇസ് സാഫ്രാനിൻ. നിങ്ങളിലെ ഇപ്പോൾ 12th അല്ലെങ്കിൽ 11th ഒക്കെ ബയോളജി പഠിച്ച ആൾക്കാരാണെങ്കിൽ വളരെ കേട്ട് പരിചയമുള്ള ഒരു സാധനമായിരിക്കും ഈ സാഫ്രാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഈ പേര് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അല്ലാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക, ഇത്രേ ഉള്ളൂ. അതൊരു ബയോളജിക്കൽ സ്റ്റെയിൻ ആണ്. ഈ സാഫ്രാനിൻ എന്ന് പറയുന്നത് എന്താ? അതൊരു ബയോളജിക്കൽ സ്റ്റെയിൻ ആണ് കേട്ടോ. സ്റ്റെയിൻ വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയേ? സൈറ്റോളജി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ സൈറ്റോളജി? സ്റ്റഡി ഓഫ് സെൽ ആണ് അല്ലെ. ഹിസ്റ്റോളജി എന്താണെന്നറിയോ? സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ് കേട്ടോ. ഹിസ്റ്റോളജി എന്താടാ? ഹിസ്റ്റോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ടിഷ്യൂ. ഓക്കെ, സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ് എന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹിസ്റ്റോളജിയിലാണെങ്കിലും സൈറ്റോളജിയിലാണെങ്കിലും യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ സ്റ്റെയിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സാഫ്രാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാ? ടു കളർ ഓൾ ദ സെൽ ന്യൂക്ലിയൈ റെഡ് അല്ലെ. സെൽ ന്യൂക്ലിയൈ ഒക്കെ റെഡ് കളറിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ്രാനിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോവാം. അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ സെല്ലുകളെ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് അറിയോ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സെല്ലുകളെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണേ? പ്രോകാരിയോട്ടിക് ആയിട്ടും യൂകാരിയോട്ടിക് ആയിട്ടും അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്, എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊകാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഓക്കെ, പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? നമ്മൾ പ്രൊകാരിയോട്ടിക് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് അല്ലെ. പഴയ ടൈപ്പ് സെല്ലുകളാണ്. ഓക്കെ, അത് നമുക്കറിയാം. നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ഇപ്പൊ നമ്മളൊരു പുതിയതായിട്ടൊരു പ്രൊജക്ട് തുടങ്ങുവാണ് അല്ലെ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങുകയാണ് അല്ലെ, നമുക്കറിയാം എന്താണ്? എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് എന്തായാലും ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എന്തായാലും ഉണ്ടാവും. പിന്നീട് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊകാരിയോട്ടിക്കിനകത്തുള്ളത്. കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഫോം ചെയ്തത് അതുകൊണ്ടായിരിക്കാം പിന്നീട് ഫോം ചെയ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കുറച്ച് സാധനങ്ങളൊന്നും കാണാനില്ല അല്ലെങ്കിൽ ഇല്ലായിരുന്നു. ഓക്കെ, യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? അത് കഴിഞ്ഞിട്ട് വന്ന പുതിയ ടൈപ്പ് സെല്ലുകളാണ് യൂക്യാരിയോട്ടിക്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താണ്? എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട്. ഓക്കെ, അതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാലോ. നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ന്യൂക്ലിയസിന്റെ കേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ന്യൂക്ലിയസ് നമുക്കറിയാം നമ്മുടെ സെല്ലിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻ ഒക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടടാ? നമുക്ക് ഓർഗൻസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സെല്ലിന് എന്തുണ്ട്? സെൽ ഓർഗനലൈസ് ഉണ്ട്. ഓക്കെ, സെല്ലിന് സെർട്ടൈൻ ആയിട്ടുള്ള സെൽ ഓർഗനലൈസ് ഉണ്ട്. അപ്പൊ അതിലും എന്തുണ്ട്? ചെറിയ വ്യത്യാസങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ന്യൂക്ലിയസിന്റെ കേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂക്ലിയസ് എന്തിലില്ലടാ? പ്രൊകാരിയോട്ടിക് സെല്ലിലില്ല. ഓക്കെ, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഒക്കെ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ വളരെ സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ന്യൂക്ലിയസ്. ഓക്കെ, പക്ഷേ പ്രൊകാരിയോട്ടിക്കിന്റെ കേസിൽ എങ്ങനെയാണ്? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയസ് ആബ്സെന്റ് എന്നൊക്കെ ചില സ്ഥലത്ത് കാണാറുണ്ട്. അത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അല്ല ഉള്ളത്. ഓക്കെ, നേരെ മറിച്ച് യൂക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിലോ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് എവിടെയുള്ളത്? യൂക്യാരിയോട്ടിക് സെല്ലിൽ ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്താ? ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ നോക്കിയേ, ഹെൽപ്സ് ടു കണ്ടൻസ് ക്രോമാറ്റിൻ ടു ക്രോമസോംസ്. ഓക്കെ, ഈ ക്രോമാറ്റിൻസിനെ ക്രോമസോമിലോട്ട് കണ്ടൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ ഇങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. ഹിസ്റ്റോൺ പ്രോട്ടീനെ കുറിച്ചൊക്കെ നമ്മൾ പറയും, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ,
ഇനി പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA വിത്തൗട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ് അല്ലെ. DNA വിത്തൗട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ക്രോമാറ്റിഡ്സിനെ ക്രോമസോമിലോട്ട് കണ്ടൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ക്രോമാറ്റിഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രോമസോംസിലോട്ട് കണ്ടൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണല്ലേ ക്രോമാറ്റിഡ്സ് അല്ലേടാ, ഇതല്ലേ എന്ത് ക്രോമാറ്റിഡ്സ്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചു കാണും അല്ലേ. ക്രോമാറ്റിഡ്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്രോമസോമിലോട്ട് കണ്ടൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ DNA വിത്തൗട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ആണെങ്കിലോ DNA വിത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സസിൽ പറഞ്ഞു പോവാം കേട്ടോ. ഇനി ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെ. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ എൻവലപ്പിന്റെ കേസിലാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്, ന്യൂക്ലിയർ എൻവലപ്പ് ആബ്സെന്റ് ആണ്. ഓക്കെ, നേരെ മറിച്ച് യൂക്കാരിയോട്ടിക്കിൽ എങ്ങനെയാണ്, ന്യൂക്ലിയർ എൻവലപ്പ് പ്രസന്റ് ആണ്. ഓക്കെ, ഇനി മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് അല്ലെ. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനലൈസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സെൽ ഓർഗനലൈസിനെ കവർ ചെയ്ത മെംബ്രെയിൻ ബോണ്ട് നോക്കുവാണെങ്കിൽ അത് പ്രൊക്കാരിയോട്ടിക്കൽ ആബ്സെന്റ് ആണ്, യൂക്കാരിയോട്ടിക്കൽ ആണെങ്കിലോ പ്രസന്റ് ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് സെൽ ഡിവിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് സെൽ ഡിവിഷൻ, അതായത് ഫിഷൻ അല്ലെങ്കിൽ ബഡ്ഡിംഗ് ഒക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, സെൽ ഡിവിഷൻ എവിടെ നടക്കുന്നത്, പ്രൊക്കാരിയോട്ടിക്കിൽ നടക്കുന്നത്. നേരെ മറിച്ച് യൂക്കാരിയോട്ടിക്കിൽ ആണെങ്കിൽ മൈറ്റോസിസ് അല്ലെങ്കിൽ മിയോസിസ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, മൈറ്റോസിസ് എന്താ, മിയോസിസ് എന്താന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി സൈസ് ഓഫ് സെല്ലിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ പ്രൊക്കാരിയോട്ടിക്കില് സ്മോൾ സൈസ് ആണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ചെറിയ സൈസാണ്. ഓക്കെ, യൂക്കാരിയോട്ടിക് ആണെങ്കിലോ ലാർജ് സൈസാണ്. ഓക്കെ, അപ്പോൾ പ്രൊക്കാരിയോട്ടിക് വളരെ ചെറിയ സൈസുള്ള സെല്ലുകളായിരിക്കും. അതേസമയം യൂക്കാരിയോട്ടിക് ആണെങ്കിൽ കുറച്ച് വലിയ സൈസുള്ള സെല്ലുകളാണ്. ഇനി ക്രോമസോംസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇവിടെ പ്രൊക്കാരിയോട്ടിക്കില് സിംഗിൾ ക്രോമസോം ആണ്. ഓക്കെ, നമ്മുടെ യൂക്കാരിയോട്ടിക്കിലാണെങ്കിലോ ഒന്നിൽ കൂടുതൽ ക്രോമസോംസ്, മോർ ദാൻ 1 ക്രോമസോം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമ്പിൾ നന്നായിട്ട് നോക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസിന്റെ കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്ടീരിയ ഉണ്ട് കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറയണേ പ്രൊക്കാരിയോട്ടിക്കിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ബാക്ടീരിയ ഉണ്ട്, മൈക്കോപ്ലാസ്മ ഉണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേസമയം യൂക്കാരിയോട്ടിക്കിലാണെങ്കിൽ ഫംഗെ, പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ. പ്ലാസ്മ മെംബ്രെയിൻ ഇൻ യൂക്കാരിയോട്ടിക് സെൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള സാധനം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിൽ സെൽ വോൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായി കാണുന്നതാണ്. ഇപ്പം ഇതാണ് ഒരു സെല്ലെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണൊരു സെല്ലെന്ന് വിചാരിക്കാം, വെറുതെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെൽ വോൾ ആണെങ്കിൽ അത് കഴിഞ്ഞ് കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, എടുത്ത് പഠിപ്പിക്കാം. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എടുത്ത് പഠിക്കാം. ഓക്കെ, ഇനി അതല്ലാണ്ട് ഓർഗനൈസ് ഫൗണ്ട് ഇൻ ബോത്ത് അല്ലെ, നമ്മുടെ രണ്ട് യൂക്കാരിയോട്ടിക്കിലും പ്രൊക്കാരിയോട്ടിക്കിലും രണ്ടിലും കാണുന്ന സെൽ ഓർഗനൈസ് ഏതാണെന്ന് നോക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ ഓർഗനൈസ് രണ്ടിലും കാണുന്ന, അതായത് പ്രൊക്കാരിയോട്ടിക്കിലും യൂക്കാരിയോട്ടിക്കിലും കാണുന്ന സെൽ ഓർഗനൈസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ആ സെൽ മെംബ്രെയിൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ വേറെ പേരാണ് ഇത്, പ്ലാസ്മ മെംബ്രെയിൻ. അത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താ പറഞ്ഞേ, സെൽ ഓർഗനൈസ് ഏതിലൊക്കെ കാണും, പ്രൊക്കാരിയോട്ടിക്കിലും കാണും, യൂക്കാരിയോട്ടിക്കിലും കാണും. ഓക്കെ, കിട്ടിയോ? ആ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഫോസ്ഫോലിപ്പിഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, കിട്ടിയോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ എന്തൊക്കെ കാണുന്നുണ്ട്, സൈറ്റോപ്ലാസം കാണുന്നുണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഏറ്റവും പുറത്ത് സെൽ വോൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് എന്തുണ്ടാവും, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. അതിന് ശേഷം ഇതിനകത്ത് കാണുന്നതൊക്കെ എന്താണെന്നറിയോ, ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോർമാറ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ന്യൂക്ലിയസിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ അതിനെ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസിന് പുറത്തുള്ള നമുക്കിങ്ങനെ വാട്ടറി ആയിട്ടുള്ള ആ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും, സൈറ്റോപ്ലാസം എന്നുള്ള പേരിട്ട് വിളിക്കും. ഓക്കെ, എന്താ പേരിട്ടാണ് വിളിക്കുന്നത്,
സൈറ്റോപ്ലാസം എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. ആ വാട്ടറി ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിന് പുറത്തുള്ള ആ വാട്ടറി ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? നമ്മൾ സൈറ്റോപ്ലാസം എന്നുള്ള പേരിട്ടാ വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ സൈറ്റോപ്ലാസം എവിടെ ഉണ്ടടാ? രണ്ടിലും ഉണ്ട് അല്ലെ, പ്രൊക്യാരിയോട്ടിക്കിലും ഉണ്ട്, യൂക്യാരിയോട്ടിക്കിലും ഉണ്ട്. ഓക്കെ, പിന്നെന്താ? റൈബോസോംസ്. ഓക്കെ, റൈബോസോംസ് എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനിലെയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ഉണ്ടാക്കുകയാണ് അതിന്റെ ഫംഗ്ഷൻ. പ്രോട്ടീൻ സിന്തസിസ് ആണ് ആരുടെ ഫംഗ്ഷൻ? റൈബോസോമിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അതും എവിടെയുണ്ട്? പ്രൊക്യാരിയോട്ടിക്കിലും ഉണ്ട്, യൂക്യാരിയോട്ടിക്കിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ, നിങ്ങൾക്ക് ഇത് ഓരോന്നും എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ നന്നായിട്ട് ഒന്നും കൂടെ പറയും. ഓക്കെ, അപ്പൊ ജസ്റ്റ് കാര്യങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. പ്രൊക്യാരിയോട്ടിക്കിലും യൂക്യാരിയോട്ടിക്കിലും കോമൺ ആയിട്ട് കാണുന്ന സെൽ ഓർഗനൈസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ പറയും? ആദ്യം നമ്മൾ എന്ത് പറയും? സെൽ മെംബ്രെയിൻ പറയും. രണ്ടാമത് നമ്മൾ എന്ത് പറയും? സൈറ്റോപ്ലാസം പറയും. മൂന്നാമത് നമ്മൾ എന്താ പറയുന്നത്? റൈബോസോം പറയും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. അതേപോലെ തന്നെ മീസോസോം, ഇവിടെ ശ്രദ്ധിച്ചേടാ, മീസോസോം ഓൺലി പ്രസന്റ് ഇൻ പ്രൊക്യാരിയോട്സ്. പ്രൊക്യാരിയോട്സിൽ മാത്രം കാണുന്നതാണ്. ഈ സെല്ലിനകത്തോട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീസോസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂക്യാരിയോട്ടിക്കിൽ എന്ത് കാണില്ല? ഇതുപോലെ ഇങ്ങനെ അകത്തോട്ട് ബൗണ്ട് ചെയ്ത രീതിയിൽ നമ്മൾ എന്തിനകത്ത് കാണില്ല? നമ്മൾ യൂക്യാരിയോട്സിൽ കാണില്ല. പക്ഷെ പ്രൊക്യാരിയോട്സിൽ മാത്രം ഇത് എന്ത് കാണും? ഈ മീസോസോം കാണും. ഓക്കെ, പിന്നെ സൈറ്റോപ്ലാസം ഇങ്ങനെ അകത്തോട്ട് പോയ രീതിയിൽ കാണുന്നതിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയാം. എന്തിൽ മാത്രമേ കാണുള്ളൂ മീസോസോം? ശ്രദ്ധിച്ചേ, പ്രൊക്യാരിയോട്സിൽ മാത്രമേ കാണുള്ളൂ, യൂക്യാരിയോട്സിൽ നമ്മൾ കാണില്ല. ഓക്കെ, യെസ്, ക്ലിയർ. ഇനി അടുത്തതിലോട്ട് പോവാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ സെല്ലിനെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ സെല്ല് ഫോം ചെയ്തതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഫോം ചെയ്തതിനെ പ്രൊക്യാരിയോട്ടിക് എന്നും രണ്ടാമത് ഫോം ചെയ്തതിനെ യൂക്യാരിയോട്ടിക് എന്നുള്ള പേരൊക്കെ ഇട്ട് വിളിച്ചു അല്ലെ? അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൽസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൽസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ യൂണിസെല്ലുലാറും ഉണ്ട്, നമുക്ക് മൾട്ടി സെല്ലുലാറും ഉണ്ട്. എന്തൊക്കെയുണ്ടടാ? യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. ഓർഗാനിസംസിനെ നമ്മൾ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സെല്ലിന്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഓർഗാനിസംസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് നമുക്ക് പറയാം. ഓക്കെ, യൂണിസെല്ലുലാർ എന്ന് പറയുന്നത് ഓർഗാനിസംസ് വിത്ത് വൺ സെല്ലാണ്, ഒറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരേ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ. മേ ബി പ്രൊക്യാരിയോട്ടിക് ഓർ യൂക്യാരിയോട്ടിക്. ഓക്കെ, ഒറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. യൂക്യാരിയോട്ടിക് അധികവും നമ്മൾ കാണുന്നത് മൾട്ടി സെല്ലുലാറിലാണ്. ഓക്കെ, ഇപ്പോൾ ബാക്ടീരിയ നമുക്ക് എടുക്കാം. ഓക്കെ, ബാക്ടീരിയ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതിലാണ് വരുന്നത്? പ്രൊക്യാരിയോട്ടിക്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എക്സാമ്പിൾ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ബാക്ടീരിയയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒറ്റ സെല്ലേ ഉള്ളൂ അല്ലെ? ഈ ഒറ്റ സെല്ലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ബോഡിയിലകത്തുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത്. ആ ബോഡി അല്ല, ആ ഓർഗാനിസത്തിന്റെ എല്ലാ ഫങ്ഷനും ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരേ ഒരു സെല്ലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? നമ്മൾ യൂണിസെല്ലുലാർ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ബാക്ടീരിയ പറയാം, പ്രശ്നമില്ല. ഓക്കെ, ഇനി മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ സെല്ലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലെ, മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടടാ? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് അല്ലെ? അതായത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്തുണ്ട്? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഓരോ സെല്ലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസോ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കേസോ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല. ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതിന്റെ ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, ഇനി സെൽ ഓർഗനലൈസ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽ ഓർഗനലൈസ് ഉണ്ട് അല്ലെ? ഓരോ ഫംഗ്ഷനും ചെയ്യാൻ വേണ്ടി, സെല്ലിന്റെ ഓരോ ഫംഗ്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെൽ ഓർഗനലൈസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ന്യൂക്ലിയസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സെല്ലിനകത്ത് എന്തുണ്ടാവും? ഈ രീതിയിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന് എന്തുണ്ട്? സർട്ടൈൻ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സെല്ലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണടാ ആര്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, പുള്ളി എവിടെയുണ്ട്? പുള്ളി ഇതേ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഈ കാണുന്ന ആളാണ് ആര്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ന്യൂക്ലിയസിനെ കവർ ചെയ്തുകൊണ്ട് ആരിപ്പുണ്ട്? ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടും ഉണ്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു പറയുവാണെങ്കിൽ ശ്രദ്ധിക്കുക, ന്യൂക്ലിയസിന്റെ ബേസിക് ഫങ്ഷൻ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കൺട്രോൾ റൂം ഓഫ് സെൽ. ഓക്കെ, ഒരു കൺട്രോൾ റൂം ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത്
ന്യൂക്ലിയസ് ആണ്. പേര് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ്, ഇറ്റ് കൺട്രോൾസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ അല്ലെ. ഒരു സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്, കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ റൂം ആണ് ആര്, നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം പുള്ളി കൺട്രോൾ ചെയ്തോളും. ഓക്കെ, ഇനി എങ്ങനെയാ അത്, സ്പെരിക്കൽ ഷേപ്പിലാണ് അല്ലെ. നമ്മൾ നേരത്തെ ഇത് എവിടെ കണ്ടു, ഏത് ഷേപ്പിലാണ്, സ്പെരിക്കൽ ഷേപ്പിലാണ് ഉള്ളത് അല്ലെ. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് എന്തൊക്കെയുണ്ട്, ഒരു ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂക്ലിയോലസ് അല്ലെ. അതിനകത്ത് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയോപ്ലാസം. പിന്നെ ക്രോമാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്രോമാറ്റിൻ മെറ്റീരിയലും ഉണ്ട്, അല്ലെങ്കിൽ ക്രോമാറ്റിൻ മെറ്റീരിയലും എന്തിനകത്ത് കാണും, നമുക്ക് നമ്മുടെ ക്രോമസോമിനകത്ത് കാണാം. ഓക്കെ, സോറി, ക്രോമസോം അല്ല, ന്യൂക്ലിയസിനകത്ത് കാണാം. ഇനി അതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ന്യൂക്ലിയോലസ് എന്താ, ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് RNA. ഓക്കെ, RNAയും പ്രോട്ടീനും കാണുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ, ഇതാണ് എന്ത്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ന്യൂക്ലിയോലസ് എന്താണ്, ദേ ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, ന്യൂക്ലിയോലസ് ഇവിടെയാണുള്ളത്. ന്യൂക്ലിയോലസിൽ എന്താ ഉള്ളത്, ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് RNA. ഓക്കെ, അറിഞ്ഞിരിക്കാം. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കവറിങ് ഓഫ് ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസ് കവർ ചെയ്യുന്നത് ആളാണ് ആര്, നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പുള്ളി കവർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ക്രോമാറ്റിൻ അല്ലെ, ക്രോമാറ്റിനും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുണ്ട്, ക്രോമാറ്റിൻ ഉണ്ട്. ക്രോമാറ്റിൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയോ, DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻ വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ ആ ഹിസ്റ്റോൺ പ്രോട്ടീനും DNA വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നതാ, ക്രോമാറ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്റോൺ പ്രോട്ടീൻ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ക്രോമാറ്റിൻ ഉണ്ടാക്കാൻ വേണ്ടി നല്ല സെറ്റായിട്ട് ബൗണ്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉള്ളത്. ഓക്കെ, ഇനി ഡ്യൂറിങ് സെൽ ഡിവിഷൻ ക്രോമാറ്റിൻ ബ്രേക്സ് ഇൻ ടു പീസസ് ആൻഡ് ഫോംസ് ക്രോമസോം അല്ലെ. നമ്മുടെ സെൽ ഡിവിഷന്റെ സമയത്ത് ഈ ക്രോമാറ്റിൻ എന്ത് ചെയ്യും, നമ്മുടെ ക്രോമാറ്റിൻ ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക, പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ഫോം ചെയ്യും, ക്രോമസോം ഫോം ചെയ്യും. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ഇതിനകത്ത് എന്തുണ്ട്, DNA ഉണ്ട്, നമുക്കറിയാം. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് DNA എന്ന് പറയുന്നത് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി ക്രോമസോമിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഹ്യൂമൻ ബീയിങ്സിന് എത്ര പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോം ആണുള്ളത്. ഓക്കെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എത്ര പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്ന് ചോദിച്ചാൽ 23 പെയർ ഓഫ് ക്രോമസോം ആണ് ഉള്ളത്. ഓക്കെ, അതായത് 46 ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നമ്മളോട് പെയർ ഓഫ് ക്രോമസോമും അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോമും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എത്ര പെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 23 ആണ്, എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 46 ആണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ലായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എത്ര ക്രോമസോംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പെയർ ഓഫ് ക്രോമസോം ഉണ്ട് അങ്ങനെ ചോദിക്കില്ലായിരിക്കും. പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഈ 23 നമുക്ക് എന്ത് ചെയ്യടാ, നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 23 നമ്മൾ എന്ത് ചെയ്യണടാ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ അതിന്റെ സെക്സ് തീരുമാനിക്കുന്നത്. ഓക്കെ, കുഞ്ഞുണ്ടാവുമ്പോൾ അപ്പൊ നമ്മളൊരു കുഞ്ഞുണ്ടാവുക എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അതിന് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, കുറേ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ. കുറച്ചൊക്കെ നമ്മുടെ ഉണ്ടെങ്കിലും കുറേയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പാരൻസിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാണാൻ ആരെ പോലെയാണ്, പാരൻസിനെ പോലെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ പോലെയാണ് അല്ലെ. കാരണം എന്താണ്, ഈ ജീനാണ് അല്ലെ. ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ജീനിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന പോലെ നമ്മൾ കാണാൻ ആരെ പോലെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അല്ലെ. നമ്മുടെ കുറേയൊക്കെ സ്വഭാവങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ മുടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന താടി ആയാൽ പോലും എല്ലാം അല്ലെ, നമ്മൾ എങ്ങനെയായിരിക്കും, പാരൻസിനെ പോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. യെസ്, അപ്പോൾ ഈ പറയുന്ന ഒരു കുട്ടിയുടെ സെക്സ് അല്ലെ, ഒരു കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്ന ആരാണ്, പാരൻസ് ആണ്, അല്ലെങ്കിൽ ഈ വരുന്ന ക്രോമസോം ആണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്സ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പെയർ ഓഫ് ക്രോമസോം ആണ് ഉള്ളത്. ഓക്കെ, സെക്സ് തീരുമാനിക്കുന്നത് ഒരു പെയർ ഓഫ് ക്രോമസോം ആണ്, അതായത് 2 ക്രോമസോംസ് ആണ്. ഒരു കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് എന്താടാ, 2 ക്രോമസോംസ് ആണ് കേട്ടോ. ഓക്കെ, 2 ക്രോമസോംസ് ആണ്. ഇനി
ഈ ക്രോമസോംസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? നമ്മൾ സെക്സ് ക്രോമസോംസ് എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ, നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? സെക്സ് ക്രോമസോംസ് എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അറിയാലോ. ഈ സെക്സ് ക്രോമസോംസ് ഏതൊക്കെയാ? നമുക്ക് ഫീമെയിൽ ആണെങ്കിൽ XX അല്ലെ, മെയിൽ ആണെങ്കിലോടാ മെയിൽ ആണെങ്കിൽ XYയുമാണ് ഉള്ളത് അല്ലെ. ഇതാണ് ഏത് നമ്മുടെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന രീതിയിൽ 2 ക്രോമസോം പോയി അല്ലെ. അപ്പൊ 23 പെയറിൽ നിന്ന് അല്ലെങ്കിൽ 46 ക്രോമസോമുകളിൽ നിന്ന് നമുക്ക് എന്ത് പോയിടാ? 2 ക്രോമസോംസ് പോയി. ഓക്കെ, അപ്പൊ 2 ക്രോമസോംസ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? നമുക്ക് ബാക്കി 22 പെയർ ഉണ്ട്, അല്ലെങ്കിൽ 44 ക്രോമസോംസ് ഉണ്ട് അല്ലെ. അത്രയും ബാക്കിയില്ലേ നമുക്ക്? ഈ 44 എണ്ണത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്ന അറിയോ? നമ്മൾ ഓട്ടോസോംസ് എന്നുള്ള പേരിട്ട് വിളിക്കും. എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഓട്ടോസോംസ് എന്നുള്ള പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ഓട്ടോസോംസിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെക്സ് ക്രോമസോമിന്റെ ഫംഗ്ഷൻ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. സെക്സ് തീരുമാനിക്കുകയാണ് അല്ലെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ സെക്സ് തീരുമാനിക്കലാണ്. ഓക്കെ, അപ്പൊ ഓട്ടോസോംസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ സെക്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും തീരുമാനിക്കുന്നത് ഓട്ടോസോംസ് ആണ്. ഓക്കെ, ഒരു കുട്ടിയുടെ സെക്സ് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും തീരുമാനിക്കുന്നത് ആരാടാ? അത് ഓട്ടോസോംസ് ആണ്. എത്ര ഓട്ടോസോംസ് ആണ് നമുക്കുള്ളത്? 44 ഓട്ടോസോംസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, നമുക്കറിയാം ഓട്ടോസോംസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 22 പെയർ ആണ് കേട്ടോ ഉള്ളത്. സെക്സ് ക്രോമസോം 1 പെയർ ആണുള്ളത്. ഓക്കെ, കിട്ടി? ഇനി ഈച്ച് ക്രോമസോം 2 ക്രോമാറ്റിഡ്സ് ജോയിൻ ടുഗെദർ ബൈ സെൻട്രോമിയർ അല്ലെ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഓരോ ക്രോമസോം എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ 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 അല്ലെ. നമ്മുടെ ഇവിടെ എവിടെയോ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇതാണ് എന്ത്? നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൻട്രലുള്ള കാണുന്നതിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ 2 ക്രോമാറ്റിഡ്സ് അല്ലെ. എന്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്? ക്രോമാറ്റിഡ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ക്രോമാറ്റിഡ്സിനെ ഈ സെൻട്രോമിയറുമായിട്ട് ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ബാക്കി അടുത്തയിലോട്ട് പോയാലോ നമുക്ക്? അപ്പൊ അടുത്തയിലോട്ട് പോവാണെങ്കിൽ ഓക്കെ, മോർഫോളജി ഓഫ് ക്രോമസോംസ് can be best studied at metaphase. ഓക്കെ, നമ്മൾ മെറ്റാഫേസും അനാഫേസും ഒക്കെ പഠിക്കും. ഓക്കെ, നമ്മൾ മെറ്റാഫേസും അനാഫേസും ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ നേരത്തെ ഹിസ്റ്റോൺ പ്രോട്ടീൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് എന്ത് പഠിക്കാം? മെറ്റാഫേസ് എന്താണെന്നൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്രോമസോമിൻ്റെ മോർഫോളജിയെ കുറിച്ച് നമുക്ക് ബെസ്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് ഏത് വഴിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് മെറ്റാഫേസ് വഴിയാണ്. ഓക്കെ, കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? യെസ്, ക്ലിയർ. ഇനി ജീൻസിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ജീൻസ് എന്താടാ? ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജീൻ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ക്രോമസോമിലാണ് ഈ ജീൻ എന്ന് പറയുന്ന സാധനം കാണുന്നത്. ഓക്കെ, ഇനി അത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? DNA വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? DNA വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി മ്യൂട്ടേഷൻ സമയത്ത്, മ്യൂട്ടേഷൻ എന്താ നോക്കിയാൽ നിങ്ങൾ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരിട്ടാ വിളിക്കുക? മ്യൂട്ടേഷൻ എന്ന് പേരിട്ടാണ് വിളിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യുടെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ക്രോമസോം ആണ്. ക്രോമസോമിനകത്ത് ബീഡ് പോലെ കാണുന്ന സ്ട്രക്ചറിനെയാണ്, ബീഡ് എന്ന് പറഞ്ഞാൽ മുത്തുകൾ അല്ലെ, മുത്ത് പോലെ കാണുന്നതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുക. ഓക്കെ, ഈ ജീൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? DNA വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ജീനിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് അല്ലെ, എനി ചേഞ്ച് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ജീനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മ്യൂട്ടേഷൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് ചേഞ്ചസ് ആയിട്ട് ഇങ്ങനെ വരുന്നത് ഏത് വഴിയാണ്? ഈ മ്യൂട്ടേഷൻ വഴിയാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി സെൽ ഓർഗനലൈസും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.